രാവിലെ സർപ്രൈസ് കൊടുത്തത് ആരാന്നൊക്കെ അറിയണ്ടേ. കുഞ്ഞൊരു കേക്ക് മുറിക്കൽ മാത്രമുള്ള വേറെ സ്പെഷ്യലും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് രാവിലെ ബർത്ത്ഡേ ആയിട്ട് വേറെ സ്പെഷ്യലും കാര്യങ്ങളും ഒന്നും നമുക്കില്ല. രാവിലെ ഇതേ അമ്പലത്തിൽ പോയിട്ടുണ്ട്. രാവിലെ ഏട്ടനും ശങ്കർ ബ്രോയായ നിഖിലും കൂടിയാണ് കേട്ടോ അമ്പലത്തിൽ പോയത്. നമ്മുടെ തിരുവല്ല മറ്റം ശ്രീ മഹാദേവ ടെമ്പിളാണ്. നമുക്ക് കാണുമ്പോഴത്തേന് നല്ല രസമുണ്ട് കേട്ടോ ഈ അമ്പലം കാണാനായിട്ട്. എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് രാവിലെ ഏട്ടൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ എന്നെ കാണിക്കാൻ. അപ്പോൾ ആൽമരവും അതിന് ചുറ്റിലും ആൾക്കാരും മനോഹരമായ കാഴ്ച തന്നെയാണല്ലേ. അതിന് നമ്മുടെ നാട്ടിൻപുറം തന്നെയാണ് ബെസ്റ്റ്. അപ്പോഴത്തേക്ക് തേണ്ട എല്ലാം ഒന്ന് ചുറ്റി നടന്ന് വീഡിയോ എടുത്തൊക്കെ കാണിക്കുന്നുണ്ട്. നല്ലൊരു ക്ഷേത്രമാണ് കേട്ടോ. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്തേക്കണേ. അപ്പോഴത്തേ നല്ല രസമുണ്ട് കാണാനായിട്ടൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിന്ന് വേറെ സ്പെഷ്യലോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ആനിവേഴ്സറി നമ്മൾ അങ്ങനെ തന്നെയാണ് ആഘോഷിച്ച് ഇത്തവണ. എല്ലാ തവണയും കേക്കൊക്കെ വാങ്ങിക്കുന്നതാണ്. പക്ഷേങ്കിൽ ആനിവേഴ്സറി ദിവസം നമുക്ക് സിമ്പിളായിട്ട് അങ്ങ് കടന്നു പോയി. ഈ ബർത്ത്ഡേ വന്നപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്? നമുക്ക് ഈ ഒരു വശമാണ് കേട്ടോ ഇങ്ങനെ പറ്റാഞ്ഞത്. അപ്പോഴത്തേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ വീഡിയോയിൽ കാണാവേ. ഇവിടുത്തെ പ്രസാദമാണ് കേട്ടോ മെയിൻ. കാരണം വൻപയറും പഴവും പിന്നെ 2 തരം പായസം ഉണ്ണിയപ്പം ഒക്കെ ആണ് കേട്ടോ ഇവിടുത്തെ നേർച്ചത്. ഇപ്പം ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ അത് ഞാൻ ഇതുവരെ ഒരു അമ്പലത്തിലും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എവിടെയെങ്കിലും ഇതുപോലത്തെ പ്രസാദം കിട്ടുന്ന ക്ഷേത്രം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പ്രസാദം ഞാനിപ്പം കാണിക്കാവേ. അപ്പോൾ വൻപയർ തേങ്ങയൊക്കെ ഇട്ട ഒരിതും പിന്നെ 2 തരം പായസവും ഉണ്ണിയപ്പവും ഒരു പഴവും, ഇതാണ് കേട്ടോ ഇവിടുത്തെ നേർച്ച നമുക്ക് തരുന്നത്. അപ്പോൾ അത് കഴിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോഴത്തേക്ക് വൈകിട്ടായപ്പോഴത്തേക്ക് അച്ഛയാണ് കേട്ടോ സർപ്രൈസ് കൊണ്ടുവന്നത്. ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ലായിരുന്നു അച്ഛൻ ഒരു കേക്കൊക്കെ വാങ്ങിച്ച് വന്നേ. അപ്പോൾ രാവിലെ മുറിക്കുവാണ്. രാവിലെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴേ പറഞ്ഞു, നിനക്ക് വാട്സപ്പ് ഇടാണെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ, യൂട്യൂബിലിടാണെങ്കിൽ എടുത്തേക്കരുതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ യൂട്യൂബിലിടുമെന്ന് ഓർത്ത് തന്നെ ഞാൻ വീഡിയോ എടുത്തു. ഇനി അത് കാണുമ്പോഴത്തേക്ക് എന്നെ പറപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ അതേ അച്ഛയ്ക്കും കിച്ചുകുട്ടനും കാശിക്കുട്ടനും അമ്മയ്ക്കും കൊടുത്തു. എനിക്ക് മാത്രം തന്നില്ല. കാരണം ഞാൻ യൂട്യൂബിൽ ഇടുമെന്ന് പറഞ്ഞുകൊണ്ട് ആ കലിപ്പിന് എനിക്ക് കേക്ക് തന്നില്ല കേട്ടോ. ലാസ്റ്റ് നീട്ടി പിടിച്ചതുകൊണ്ട് മുഖം കാണുമ്പോൾ അറിയാലോ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന്. അപ്പോഴത്തേക്ക് ഞാനത് വാങ്ങിച്ച് കഴിക്കുവാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ക്യാരറ്റ് കേക്കാണെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ കവർ നോക്കിയില്ല, പെട്ടെന്നായതുകൊണ്ട് രാത്രിയിലായിരുന്നേ. അപ്പോഴത്തേക്ക് ഞാനും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയൊരു ഡാൻസൊക്കെ ഉണ്ട് കാശിയുടെയും കിച്ചുകുട്ടൻ്റെയും. നല്ല നവന്നാണ്ട് അത് വെക്കുന്ന പോലെ നമ്മുടെ അമൃത്തിക്ക് സീൻ ആ പാട്ടില്ലേ അതാണേ. അത് കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കൈയൊക്കെ പുറകോട്ട് വെച്ച് ഭയങ്കര ഡാൻസായിരുന്നു രണ്ടുപേരും. പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഡാൻസ് ഒന്നും എല്ലാവർക്കും അറിയാമല്ലോ. കിച്ചുകുട്ടൻ കാശിക്കുട്ടനാണ്ട് ആദ്യമേ തലയിടിച്ചിട്ട് വരുന്ന ഭാഗമാണ് അതെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ തലയിടിച്ചു. അതൊന്നും അവൻ കാര്യമാക്കില്ല. വീണ്ടും അവൻ ഡാൻസ് തുടങ്ങി. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അവിടുന്ന് ഓടി ഇങ്ങ് വന്നപ്പം ടൈൽസേ പെട്ടെന്ന് ബാലൻസ് കിട്ടില്ല. അവൻ മുട്ട് കുത്തി ഇരുന്നിട്ട് നേരെ നെറ്റി ഇടിച്ച് താഴോട്ട് പൊത്തോന്നങ്ങ് വീണ്. പിന്നെ ഒരു സീൻ തന്നെയായിരുന്നു കേട്ടോ. കുറേ നേരത്തേക്ക് കരച്ചിലും ബഹളമായിരുന്നേ. എപ്പം വീണാലും നെറ്റി ഇടിച്ചും തല ഇടിച്ചുമാണ് കാശി വീഴുന്നത്. എന്നിട്ട് നെറ്റിയുടെ അങ്ങ് മുഴയ്ക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. നെറ്റിയിൽ ഞാൻ മഞ്ഞളും വെളിച്ചെണ്ണയും കൂടെ തേച്ച് വെച്ചൊക്കെ എപ്പോഴും കാശിക്ക് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ നേരം. ഒന്നെങ്കിൽ കിച്ചുകൂട്ടം വന്ന് മറിച്ചിട്ടും അല്ലേ അവൻ തന്നെത്താനെ വീഴും. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഇടിവെട്ടി മഴയൊക്കെ പെയ്തു കേട്ടോ. അപ്പം നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വേറെ കാര്യങ്ങളൊന്നും ഇത്തവണ ഇല്ലായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഗായ്സ്. ടാറ്റാ.